സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ആതിഥേയത്വം വഹിക്കും. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെയാണ് ഉച്ചകോടി നടക്കുക. വിദ്യാഭ്യാസം, സുസ്ഥിരത, നവീകരണം, സംരംഭകത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമ്മിറ്റ് ഭാവി ലോകത്തെ കേരളത്തിൻ്റെ പങ്ക് നിർണ്ണയിക്കുന്നതായി വിഭാവനം ചെയ്തതാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ്, കൊച്ചി ഇൻഫോ പാർക്ക്, കിൻഫ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ എന്നിവയാണ് പ്രധാന വേദികൾ. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. ആഗോള വിദഗ്ധർ നയിക്കുന്ന സംവാദങ്ങൾ, മാസ്റ്റർ ക്ലാസുകൾ, ശില്പശാലകൾ, റോബോട്ടിക്സിലും വളർന്നു സാങ്കേതിക വിദ്യകളിലുമുള്ള ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉൾക്കൊള്ളുന്ന എക്സ്പോകൾ എന്നിവയും സമ്മിറ്റിൻ്റെ ഭാഗമായി നടക്കും. കൃഷി മുതൽ സാങ്കേതിക വിദ്യ വരെയുള്ള രംഗങ്ങളിൽ സുസ്ഥിര വികസനം യാഥാർത്ഥ്യമാക്കി സുരക്ഷിത സമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മിറ്റിന് രൂപം നൽകിയതെന്ന് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. ഈ ഒരു സമ്മിറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയ നാൾ മുതൽ ഞങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്താണ് ജെയിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ ജെയിൻ്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി സൊസൈറ്റിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ തോട്ട്ഫുള്ളായിട്ട് ചിന്തിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിമിലർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്മിറ്റ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്തു. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 എന്ന ഇവൻറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തു. അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് എന്ന് വിളിക്കാൻ തന്നെ കാരണം ഇത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. കാരണം നമ്മൾ ഒത്തിരി ഫെസ്റ്റിവൽ, ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പല ആളുകൾ, പല മീഡിയ ഹൗസസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, മീഡിയ ഹൗസ് പല പബ്ലിഷിംഗ് കമ്പനികൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ഫോക്കസ് ചെയ്യുമ്പോൾ ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറിനും പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ടെക്നോളജി, കാരണം ഫ്യൂച്ചർ നമ്മൾ പറയുമ്പോൾ ഫ്യൂച്ചർ ഇസ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ഇസ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്നോളജി അങ്ങനെ 7 ട്രാക്കുകൾ, ടെക്നോളജി മാത്രമല്ല, ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് എഡ്യൂക്കേഷൻ. കാരണം നമ്മളൊരു എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഈസ് എഡ്യൂക്കേഷൻ, പിന്നെ നമുക്ക് ടെക്നോളജി ഉണ്ട്, നെക്സ്റ്റ് ഡേ നമ്മൾ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, പിന്നെ നമ്മൾ ഓൺട്രപ്രണർഷിപ്പും ഇന്നോവേഷൻ, പിന്നെ ഫിലിം, ഫാഷൻ, ഡിസൈൻ, ദെൻ ഫുഡ്, കൾച്ചർ, ലിറ്ററേച്ചർ, പൊളിറ്റിക്സ്, സസ്റ്റൈനബിലിറ്റി, അഗ്രികൾച്ചർ. ഇങ്ങനെ 7 വ്യത്യസ്തമായ ട്രാക്കുകളെ ഫോക്കസ് ചെയ്ത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം. അത് 25 ജനുവരി ഇപ്പോൾ ഹോണറബിൾ CM ഇനാഗ്രേറ്റ് ചെയ്യും.